ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഫുള്ള് രാവിലെ മുതലേ മഴയാണ് കേട്ടോ. അപ്പോൾ മഴയത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ. രാവിലെ മുതലേ ഇപ്പോൾ സ്വല്പം തോന്നിയിട്ടുണ്ട്. ഇപ്പം സമയം 3 മണിയേ. നമുക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ട്. എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അമ്മ വരുന്നതിന് മുന്നേ നോക്കാം കേട്ടോ. 4 മണിക്ക് അമ്മ വരും. അപ്പോൾ അമ്മമ്മോള് വരുന്നതിന് മുന്നേ അമ്മമ്മയുടെ പാപ്പട്ടിണിൽ എന്തുണ്ടെന്ന് നോക്കാം കേട്ടോ. പക്ഷെ തുറന്നു നോക്കിയപ്പോൾ എന്താ, നിരാശയാണ്. ആർക്കും വേണ്ടാത്തൊരു പക്ക അവിടെ ഇരിക്കുന്നത്. അതാണെങ്കിൽ എനിക്കും വേണ്ട, അമ്മൂനും വേണ്ട. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ മനസ്സിലൊരു ഐഡിയ വന്നു കേട്ടോ. നമുക്ക് പഴയ കാല സ്കൂൾ വിട്ടൊക്കെ വരുമ്പോഴേ നമ്മുടെ അമ്മമാരൊക്കെ ഓരോന്ന് ഉണ്ടാക്കി വെക്കുമല്ലോ. അതിലൊരു ഐറ്റമാണ് ഈ അരി വറുത്ത് പൊടിക്കുന്നത്. ഞാൻ കുറച്ച് നാൾക്ക് മുന്നേ ഇത് ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മടി കാരണം ഞാൻ ചെയ്തിട്ടില്ല. കാരണം ഇതെല്ലാം പാടല്ലേ. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്നുമില്ല, മഴ. നമുക്ക് ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കാം. ആദ്യം ഞാൻ നേരത്തെ കഴുകി വെച്ച അരിയാണേ. നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കഴുകി അരി മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ. ഞാൻ കഴുകി ഉണക്കി ഇതിനായിട്ട് വെച്ചേക്കുന്ന അരിയാണ്. പക്ഷെ ചെയ്തില്ലെന്നേ ഉള്ളൂ. ഇനി നമുക്ക് നല്ലോണം വറുത്തെടുക്കണം. ഈ അരി പരുവത്തിന് വറുത്തെടുക്കണം. കരിഞ്ഞും പോവരുത്, മൂക്കാതെ ഇരിക്കരുത്. അപ്പോൾ അത് നോക്കി വറുത്തെടുക്കണം. പിന്നെ ഞാൻ അടുപ്പി വെച്ചതെന്ന് വെച്ചാൽ മഴയല്ലേ, അടുപ്പിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ ചെറിയൊരു ചൂടും കൂടെ അല്ലേ. അപ്പോൾ അടുപ്പി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് അരിയും കൂടെ അടുപ്പത്തിടണം. അതുകൊണ്ടാണ് ഞാൻ ഇത് അടുപ്പിൽ തന്നെ വെച്ചത്. ഇത് കഴിയുമ്പോൾ നമുക്ക് അരിയും കൂടെ അടുപ്പത്തിടാമല്ലോ. അപ്പം മുറ്റത്ത് മഴ തകർക്കുകയാണ്. മഴയ്ക്ക് ഒരു അറുതിയില്ല. സ്വല്പം നേരം തോന്നിട്ട് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് മഴ കേട്ടോ. ഫുള്ള് മഴയാണ്. മഴയത്ത് ഇങ്ങനെ എന്തെങ്കിലും കടിഞ്ചായൊക്കെ ഇട്ട് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടേ. പക്ഷേ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മെനക്കെടാന്ന് വിചാരിച്ചത്. എന്തായാലും അമ്മമ്മോള് 4 മണിക്ക് വരും. അപ്പം അമ്മമ്മോള് വരും കൂടെ അമ്മമ്മക്കും കൂടെ കൊടുക്കാമല്ലോ. അപ്പം ഒരുവിധം പരുവായെന്ന് ഞാൻ നോക്കുക കേട്ടോ. കുഴപ്പമില്ല, നല്ല പരുവായിട്ടുണ്ട്. നമുക്ക് തിന്ന് നോക്കുമ്പോൾ അറിയാം. പെട്ടെന്ന് പൊടിയോ എന്നുണ്ടെങ്കിൽ പരുവായിട്ടുണ്ട്. ഒരിക്കലും കരിയരുത്. ഇനി നമുക്കത് തണുക്കാനിടാമേ. തണുത്ത് കഴിഞ്ഞിട്ടിൽ നമുക്ക് പൊടിക്കാൻ പറ്റും. അപ്പം നമുക്ക് തണുപ്പിക്കാൻ വെക്കാം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് പൊടിക്കാം. ചൂടൊക്കെ പോയിട്ട് പൊടിക്കാം. എനിക്ക് പലപ്പോഴും അബദ്ധം പറ്റിയിട്ടുണ്ട്. ചൂടോടെ പൊടിച്ച് തെറിച്ച് പോയിട്ടുണ്ട്. ഇനി നമുക്കതിനാവശ്യമുള്ള തേങ്ങ എടുക്കാമേ. അരമുറി തേങ്ങ ഞാൻ നേരത്തെ പൊട്ടിച്ചതിൻ്റെ ബാക്കി ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ അതാ എടുത്തത് കേട്ടോ. ഇനി നമുക്കിത് തിരുമിയെടുക്കാം. ഒന്നാമത്തെ കാര്യം, ഞാൻ ഫ്രിഡ്ജ് വെച്ചതിൻ്റെ കാര്യം തന്നെ, ഈ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുമ്പോൾ ഈ തേങ്ങ തിരുമൻ തണുപ്പായതുകൊണ്ട് പൊടിയായിട്ടല്ലേ വരൂ. നമ്മളല്ലാത്ത തണുക്കാത്ത തേങ്ങയാണെങ്കിൽ നല്ലോണം വലുതായിട്ട് തിരുമുമ്പോൾ വലുതായിട്ട് വരും. ഇതാകുമ്പം ചെറുതായിട്ടേ വരത്തുള്ളൂ. ഇനി നമുക്ക് ശർക്കര എടുക്കാം. ശർക്കര ഞാൻ സപ്ലൈകോയിൽ നിന്ന് ഓണത്തിന് വേണ്ടി മേടിച്ച് വെച്ച ശർക്കരയാണ്. അത് കഴിഞ്ഞതിൻ്റെ ബാക്കി ശർക്കരയാണ്, ഒരു ഉണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടെ തിരുമിയെടുക്കാം. പിന്നെ എൻ്റെ മണി പ്ലാന്റ് ചെടി, എൻ്റെ ഉള്ള വീടിക്കകത്തല്ല ഇപ്പം എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെ ഈ മണി പ്ലാന്റും ഉണ്ടെന്ന്. ഒരുവിധം പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് പറ്റും. പക്ഷേ വെള്ളം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കും. 3-4 പുതിയ ഇലകളൊക്കെ വന്നു. ഇതൊക്കെ അമ്മമ്മോളെ പറ്റിക്കാൻ വേണ്ടി അമ്മമ്മോ ഇട്ട് വെച്ചേക്കുന്ന ഉപ്പിലിട്ട നെല്ലിക്കയാണ്. மொழி கேட்டுக்கொண்டு காற்றை நல்வார்த்தை சொல்லு. ஒரு வார்த்தை சொன்னா ஒரே ஒரு வாழ்வு என்னை தாண்டி போனா நான் விடுவேன். ഒരു ചെറിയ തരിതരിയായിട്ട് പൊടിഞ്ഞാൽ മതി കേട്ടോ. എന്നാലേ ഒരു കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ വെറുതെ ഇരിക്കാമല്ലോ, ഒരു പാട്ടൊക്കെ പാടിക്കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. പാട്ട് കേട്ട് ആരും ഓടിക്കളയരുതേ. അപ്പോൾ പരുവത്തിന് പൊടിഞ്ഞിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ആക്കാമേ. ഇനി മറ്റേതും കൂടെ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് നേരത്തെ ഞാൻ പൊടിച്ചു വെച്ച ഏലക്കാപ്പൊടിയാണ് കേട്ടോ. ഏലക്ക നേരത്തെ പൊടിച്ചു വെച്ചതാണേ. ചൂടാക്കി പൊടിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാമേ. സ്വല്പം ഇട്ട് കൊടുത്താൽ മതി. ഞാനൊരു സ്വല്പം കൂടുതലിട്ട്, കാരണം നല്ലോണം മണം നിൽക്കട്ടെന്ന് കരുതിയേ. ഇനി സ്വല്പം ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയേ. എനിക്ക് ജീരകത്തിൻ്റെ മണം നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ജീരകപ്പൊടി ഇട്ട് കൊടുത്തത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതിയേ. പിന്നെ നമുക്ക് തിരുമ്മി വെച്ച തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി എന്താ വേണ്ടത്, നല്ലോണം നല്ലോണം മിക്സ് ചെയ്യുക. എല്ലായിടവും
തക്ക രീതിയിൽ നല്ലോണം ഇളക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ആ ദീർഘശ്വാസം എന്താണെന്നറിയാമോ? ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ എന്തൊരു പാടായല്ലേ എന്തെങ്കിലും ഒന്ന് കഴിക്കണമെങ്കിൽ, ടേസ്റ്റോടെ കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് ബുദ്ധിമുട്ടേ ഉണ്ടാക്കിയെടുക്കേണ്ടത്. പക്ഷേ ലാസ്റ്റ് ആ കിട്ടുന്ന റിസൾട്ട് ഉണ്ടല്ലോ, അത് സൂപ്പറാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. ഒത്തിരി നാളായി ഞാൻ ഇത് കഴിച്ചിട്ട്. അപ്പം ഇത് കിട്ടിക്കഴിയപ്പം ഒരു സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ക്യാമറമാനോട് കൊടുക്കണ്ടേ, അതാട്ട കൊടുത്ത അമ്മമ്മോളും വന്ന് അമ്മമ്മക്കും കൊടുത്തു. അമ്മമ്മക്കും ഇഷ്ടപ്പെട്ടു. അപ്പം പറ്റുമെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലേ ഇത്, എന്നാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ. പിന്നെ മറക്കല്ലേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും.